ഇനി കനികയുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ചോദിക്കട്ടെ. കനിക തികച്ചൊരു മലയാളിത്വം നിറഞ്ഞ മുഖമായതുകൊണ്ട് ഒരു മലയാളിയാണെന്ന് ആണ് എല്ലാരും ധരിച്ചിരിക്കുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാല് ചെന്നൈയില്. അതെ, ഇപ്പോഴും ലാസ്റ്റ് മന്ത് കേരളയിലെ ഷൂട്ടിംഗ് ഉണ്ടായപ്പോ എല്ലാരും എന്നെ കണ്ടിട്ട് nobody believes if I say ഞാൻ മലയാളി അല്ലാന്ന് പറഞ്ഞാൽ ആരും nobody believes because even ഭാഗ്യദേവത കണ്ടിട്ട് എല്ലാവരും എന്നെ കണ്ടാൽ ശരിക്കും നാട്ടുപെണ്ണ് പോലെ കനിയുണ്ട്. സോ എനിക്കത് കേൾക്കുമ്പോൾ വളരെ ഹാപ്പിനെസ് വരുന്നുണ്ട്. because everybody think I'm Malayali but I'm not. I wish I was a Malayali. I was born and brought up in Chennai. Very small family. Amma, Achan, Chechi, Pinnanan. Very attached family. Ennoda schooling ellam Chennai arnu. I was a very very shy and very studious girl. And ellaru tease pannu. Eppaparu book irukkennu. But I used to enjoy studying and enakku class la first varalana pidikadu. So I used to be a very hard working girl. Enakku my ambition was to become an engineer, and that's how I worked hard 12th standard la pinna merit la enakku BITS Pilani la admission kedachadu. So I am a mechanical engineer today. I'm very proud about it. സ്വപ്നങ്ങൾ കണ്ടെഴുതിയ മത്സ്യകന്യകേ സ്വർണ്ണനൂലെറിഞ്ഞൊരാൾ വല വീശിയോ നിന്നെ കാത്തിരുന്നുവോ കായലോളമായി നിന്നെ തേടി വന്നുവോ സഖിനിയോ ഇണയാവാൻ കണി കണ്ടിരുന്നുവോ. കനികയെന്നും ഒക്കെ ചിലയിടങ്ങളിൽ കണ്ടു. ശരിക്കും എന്താണ് കനികയാണോ കനികയാണോ? എന്നോട് പേര് കനിക അല്ല, കനിക അല്ല. സർപ്രൈസ് നെയിം. മൈ നെയിം ഇസ് ആക്ച്വലി ദിവ്യ. എനിക്ക് എന്റെ അമ്മേനെ അച്ഛൻ വെച്ച പേര് ദിവ്യ ആണ്. സോ ദിവ്യ എപ്പോഴാ കനിക ആനത് വാസ് ഫോർ മൈ ഫസ്റ്റ് മൂവി. എന്റെ ഫസ്റ്റ് മൂവി തമിഴിലെ 5 സ്റ്റാർ. അതിന്റെ പ്രൊഡ്യൂസർ മണിരത്നം, പിന്നെ അതിന്റെ ഡയറക്ടർ സുസി ഗണേശൻ. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇപ്പൊ കന്ദസ്വാമിന് ലേറ്റസ്റ്റ് ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അവരെ എനിക്ക് വെച്ച പേരാ കനിക. കനികാന്ന് ചിലപ്പോ പ്രസ്സില് തെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ദിവ്യ മാറി കനിക ആണ് എന്റെ മൂവിന്റെ പേര്. സോ ആദ്യം എനിക്ക് കനിഹാന്റെ ഡയറക്ടർ പേര് വെച്ചപ്പോ ഞാൻ 5 സ്റ്റാർ മൂവി ഹോളിഡേസിൽ ചെയ്തു. പിന്നെ കോളേജ് പോയി. പിന്നെ അവരെനിക്ക് വിളിച്ചു പറഞ്ഞു, ദിവ്യ എന്റെ പേര് ഇപ്പോ ദിവ്യ അല്ല കനിക, അത്രേ ഉള്ളൂ. സോ ഇൻഫോം ചെയ്ത് ഫോൺ വെച്ചു. സോ അങ്ങനെ എനിക്ക് കിട്ടിയ പേരാ കനിക. ആദ്യം കനിക സ്റ്റാർട്ട് ചെയ്തത് മലയാളത്തിൽ പഴശ്ശിരാജയാണെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് ഭാഗ്യദേവതയാണല്ലോ. ഭാഗ്യദേവത ഇപ്പോ 100 ദിവസം പിന്നിട്ടു. അപ്പോ ഒരു ഹിറ്റിൽ നിന്ന് ഇപ്പൊ മറ്റൊരു മെഗാ ഹിറ്റിലേക്കാണ് പോകുന്നത്. ഭാഗ്യദേവതയിലെ ആ ഒരു ഗ്രാമീണ പെൺകുട്ടിയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ പഴശ്ശിരാജ ചെയ്യുമ്പോൾ എനിക്ക് ഭാഗ്യദേവത ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പഴശ്ശിരാജ ചെയ്യുമ്പോൾ എനിക്ക് കല്യാണം നിശ്ചയമായി. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് US പോയി. പിന്നെ 2 ആഴ്ച കേരള വന്നു പഴശ്ശിരാജ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്ക് സത്യൻ സർ ഓഫർഡ് മീ ഭാഗ്യദേവത and narrated me the script. Very tempting role that he offered, and so I said yes because I had the support. And angane Bhagyadevada, I agreed to do Bhagyadevada, and it was like a miracle for me. Satyan sir finished the movie in 30 days, and first time I'm doing a movie where my portion is getting over in 30 days. And first day shoot la Adiyamayitte Jairam Etan Parichayam Pattu. Very very nice human being, very jovial. Avaru ഒരുമിച്ച് സെറ്റിൽ ഇരുന്നാ എപ്പോഴും എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കും. അവർ ജോക്സ്, പിന്നെ മിമിക്രി. സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ. ആൻഡ് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ അവർ പറഞ്ഞു ഈ മൂവി 100th ഡേ പോവും, പിന്നെ കനിക തിരിച്ച് 100th ഡേക്ക് വരണം. I didn't expect that it will actually come true. And അവർ പറഞ്ഞതുപോലെ ഇപ്പോൾ 100th day function celebration ഉണ്ടായിരുന്നു കുട്ടനാടില്. It was a wonderful experience, and Satyan sir കൂടെ work பண்ணது was a very 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 memorable experience for me because അവരുടെ working style is very casual and so much to learn from him. And എനിക്ക് ഭാഗ്യദേവത கிடைச்சது ഒരു വലിയ ഭാഗ്യമാണ്. അടുത്തടുത്ത കരകളിലായിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ല എന്നുള്ളത് അതിശയം. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഒരുപാട് സ്ഥലത്ത് വെച്ച്.
ബോട്ടില്, പള്ളിയില്, ചിലപ്പോ പോസ്റ്റിന്റെ മുകളിൽ. പോസ്റ്റിൽ കയറാനൊക്കെ ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ കിട്ടില്ലല്ലോ. പിന്നെ പോളിയില് എന്റെ സബ്ജക്ട് ഇലക്ട്രോണിക്സ് ആയിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ കുറെ ഓഫർ വന്നതാ, മാസം 50,000 1 ലക്ഷം ഒക്കെ വെച്ച് തരാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ നാട് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല. നമ്മുടെ മണ്ണ്, നമ്മുടെ വെള്ളം. ഇപ്പതാ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് US സെറ്റിൽ ആണല്ലോ. അപ്പം ഇങ്ങനെ നല്ല നല്ല റോളുകൾ ആക്സെപ്റ്റ് ചെയ്യാനും സിനിമ ഇൻഡസ്ട്രിയിൽ ഈ കരിയർ പെർസ്യൂ ചെയ്യാനും ഓഫ് കോഴ്സ് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ തീരെ സാധിക്കില്ല. അപ്പം ഫാമിലി ലൈഫിനെ പറ്റി എന്താണ് പറയാൻ? Everybody asked me the same question. Kanya, how are you acting after marriage? So I just have one more question to that question. So ninga ipo office പോയി ജോലി പോകുമ്പോ കല്യാണം കഴിച്ചിട്ട് തിരിച്ച് ഓഫീസ് പോകുന്നല്ലേ, അതേപോലെ എനിക്ക് മൂവി ഒരു പ്രൊഫഷനാ. I love doing movies and I've enjoyed doing movies and I've got married and now I'm back. So what is wrong, you know? So people think kalyanam kanjittu thirichu movies vanda husband oda vayakku parnu angane lot of rumors and misconception, which is totally false. In my case, I've been lucky and to be blessed with a very very supportive husband, Shyam, and also Shyam has a family which belongs to arts and cinema. So for him cinema is nothing new. So he's been able to give me the 100% support. അമേരിക്കയിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? It's not a huge difference. It's a very very huge difference because I came to America for the first time after my marriage. I didn't know what America was. Books le pinne TV le kanditte ullu. So ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്ക വന്നു. First I was a little you know, obviously you miss your family and all that, but we have a very very good set of friends here. The social life is very very good here, and my husband Shyam has a lot of good friends. So എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ര ഹോം സിക്നെസ് അതൊന്നുമില്ല. I just fit into the group here. It's a very different life. ഹീറയാണ്